നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പാവമായിരുന്നു പാർവതി. അവളിതെങ്ങനെ ഇത്രയ്ക്ക് മാറി? അവരെ പോലെ മനക്കെട്ടില്ലാത്തൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. പാവന്നല്ല, പഞ്ചപാവെന്ന് വേണം പറയാൻ. വെറും ശുദ്ധഗതിക്കാരി. കൊടുക്കുന്ന സ്നേഹത്തിന്റെയും കിട്ടുന്ന സ്നേഹത്തിന്റെയും കാര്യം വരുമ്പോ ചിലപ്പോഴൊക്കെ മനുഷ്യർ സ്വാർത്ഥരാവുന്നർമ്മല്ലേ. കടുംപിടുത്തക്കാരും ആവും. രണ്ട് കരകൾക്ക് നടുവിലൂടെ ഒഴുകുന്ന പുഴ. ഏത് കരയ്ക്ക് സ്വന്തം ചോദിച്ചാ അതിന്റെ ഉത്തരം ദൈവത്തിനു പോലും അറിയില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. എന്റെ അവസാന കാലത്തെങ്കിലും എനിക്ക് എന്റെ മോനൊത്ത് ജീവിക്കാനാവൂന്ന് ഒന്ന് പ്രശ്നം വെച്ച് നോക്കാമോ ജോത്സരെ? മനുഷ്യരുടെ ചെയ്തികളെല്ലാം പ്രശ്നത്തിൽ തെളിയണമെന്നില്ല. ചിലതൊക്കെ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. ഇനി ഒരു 100 years നീ ഇങ്ങനെ തന്നെ പോകും. ഇപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. എന്തിനാ എന്നെ കുറിച്ച് ആലോചിച്ചത്? രാത്രിയിൽ ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ കുറിച്ച് ചിന്തിക്കുമ്പോ അതെന്തിനാണെന്ന് ചോദിച്ച നീ ഒരു മണ്ടി തന്നെ. ഓ അങ്ങനെ. അങ്ങനെ തന്നെ. ഇതെല്ലാം കൊണ്ടേ മാറ്റി വെച്ചിട്ടാ ഇന്നത്തെ ജോലി ഇതോടെ സ്റ്റോപ്പ് ചെയ്തു. അയ്യോ, ധൃതിയൊന്നും കാണിക്കണ്ട. ചെയ്യാനുള്ള ജോലി എല്ലാം ചെയ്തു തീർക്ക്. അതെന്തു പറ്റി? അടുക്കളയിൽ എന്തുമാത്രം ജോലികൾ ഉണ്ടായിരുന്നു എന്നറിയാവോ? എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ജോലി കഴിഞ്ഞിട്ട് വാ, നമുക്ക് ഉറങ്ങാം. ഉറങ്ങാമെന്നോ? കാര്യങ്ങളിപ്പോ കോമ്പറ്റീഷൻ മൂടില്ല. നമുക്ക് മുന്നേ പ്രണവിനെങ്ങാനും കുഞ്ഞുണ്ടായ അതോടെ നിന്റെ ഇവിടത്തെ എല്ലാ വിലയും പോവും. എല്ലാവരുടെയും സ്നേഹം പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ശിവാനിക്ക് അങ്ങോട്ട് പോവും. പറഞ്ഞേക്കാം. അതുകൊണ്ട് നമ്മൾ ഇനി കാത്തിരിക്കുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. നോ വേ. എങ്കിലേ ഞാനും പറയും നോ വേന്ന്.